നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കടുത്ത നിയമങ്ങളുള്ള ഗൾഫ് രാഷ്ട്രമാണെങ്കിലും സൗദിയിൽ നിരവധി പ്രവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. എന്നാൽ രാജ്യത്ത് നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് വില വർദ്ധിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് മാത്രമല്ല, മറ്റ് സാധനങ്ങൾക്കും ഇവിടെ വില വർദ്ധിക്കുന്നുണ്ട്. സൗദിയിൽ കോഴിമുട്ടയുടെയും അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളുടെയും വില വർധനയും വലിയ വാർത്തയായിരുന്നു. പണപ്പെരുപ്പം തുടരുന്നതും വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഇപ്പോഴിതാ പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ വിലയുമായി താരതമ്യം ചെയ്തുള്ളതാണ് പുതിയ കണക്കുകൾ. സൗദിയിൽ വിലക്കയറ്റം ഈ കഴിഞ്ഞ ഡിസംബറിലും തുടർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നു. 10 തരങ്ങളാക്കി തിരിച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അതോറിറ്റി ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോഴിയിറച്ചിക്കും മുട്ടയ്ക്കും 40% വരെ വില കൂടിയിട്ടുണ്ട്. മുൻ വർഷവുമായി ഇത് താരതമ്യം ചെയ്തുള്ളതാണ് കണക്കുകൾ. 2021 16 റിയാൽ വരെയായിരുന്നു കോഴിമുട്ടയ്ക്ക് 30 എണ്ണത്തിനുള്ള വില. ഈ വർഷം അത് 22 റിയാൽ വരെ പിന്നിട്ടു. അതായത് 41% വരെ വില വർധനവാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. പ്രാദേശികമായി ഉണ്ടാക്കുന്ന കോഴിയിറച്ചി 900 ഗ്രാമിന് 14 റിയാലായിരുന്നു 2021 ഡിസംബറിലെ വില. 2022 ഡിസംബറിൽ അത് 19 റിയാൽ പിന്നിട്ടു. വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത ഫ്രോസൺ കോഴിയിറച്ചിക്കും ഇതേ രീതിയിൽ വില കൂടിയിട്ടുണ്ട്. 63 റിയാൽ വരെ ഉണ്ടായിരുന്ന 1.25 കിലോഗ്രാമിന് പാൽ പൊടിക്കും വില നിലവിൽ 81 റിയാൽ വരെ എത്തിയിട്ടുണ്ട്. തീർന്നില്ല, വെജിറ്റബിൾ ഓയിലിന്റെ വിലയും 24% വരെ വിലക്കയറ്റം ഉണ്ടായി. അതേസമയം ഇന്ത്യൻ ഏലം, കുരുമുളക്, വിവിധ പച്ചക്കറി ഇനങ്ങൾ എന്നിവയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട്. ഇത് നേരിയ ആശ്വാസം സാധാരണക്കാരായ പ്രവാസികൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അലക്കാനുള്ള പൊടികൾ, ദ്രാവകങ്ങൾക്കും വില 17% കൂടി. കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളിലും വില വർധനയുണ്ടായിട്ടുണ്ട്. വാഹനങ്ങളുടെ ഓയിൽ മാറ്റം, അപ്പാർട്ട്മെന്റുകൾ എന്നിവയ്ക്ക് 6% വരെ വില കൂടിയിട്ടുണ്ട്. ഇറക്കുമതി ചെയ്ത പ്ലൈവുഡ് ഉൾപ്പെടെ നിർമ്മാണ വസ്തുക്കൾക്കും വില കൂടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാർ റിപ്പയറിംഗിനുള്ള ചാർജിലും 2% നിരക്ക് കുറഞ്ഞെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. അതുപോലെ സ്ത്രീകളുടെ വസ്ത്രങ്ങൾക്കും വില കുറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് സ്റ്റീലിന് വില കുറഞ്ഞത് നിർമ്മാണ രംഗത്ത് ഗുണം ചെയ്തതായും മന്ത്രാലയം പറയുന്നു. യുക്രൈൻ യുദ്ധമാണ് ഇറക്കുമതി നിരക്ക് വർദ്ധിപ്പിച്ചത്. ഇതോടൊപ്പം മൂല്യവർദ്ധിത നികുതി 5-ൽ നിന്നും 15% വർദ്ധിപ്പിച്ചതോടെയാണ് സൗദിയിൽ പണപ്പെരുപ്പം പ്രകടമായത്. പണപ്പെരുപ്പം വരുന്നതോടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിലയിലും വർധനവുണ്ടാകും. ഇത് മറികടക്കാൻ വിവിധ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് ധനമന്ത്രാലയത്തിന്റെ പക്ഷം. അതുപോലെ അവശ്യ വസ്തുക്കളിലൊന്നായ മുട്ടയുടെ വില വർധന നിയന്ത്രിക്കണമെന്ന ആവശ്യം രാജ്യത്ത് ശക്തമാണ്. എന്നാൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് വിപണി നിരീക്ഷണം ശക്തമാക്കിയതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ഓൺലൈൻ നിരീക്ഷണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും കർശനമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ജനറൽ അതോറിറ്റി ഫോർ കോമ്പറ്റീഷനുമായി സഹകരിച്ച് പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പ്രാദേശിക കമ്പോളത്തിലെ 280 അവശ്യ വസ്തുക്കളുടെ വില സ്ഥിരമായി വിലയിരുത്തി അയൽ രാജ്യങ്ങളിലെ വിലയും സൗദി അറേബ്യയിലെ വിലയും തമ്മിൽ താരതമ്യം ചെയ്യുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.